പറയാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ചുറ്റും എന്തൊക്കെ മേഖലകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ നമ്മൾ എന്തൊക്കെ ഇതിൽ ചുറ്റിപ്പറ്റി കിടക്കുന്നുണ്ട് എന്നുള്ള ഈ ഒറ്റ സ്ലൈഡിൽ നമുക്ക് കാണാം. എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഓരോന്നായിട്ട് ഞാൻ പറയാം. ഈ ഒറ്റ ഒരു കൺസെപ്റ്റില് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോരോ ആസ്പെക്ട്സുകളാണ് ഇത്. നമ്മൾക്ക് ഇതിൽ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോസ്, വൈറൽ സെർച്ച്, റിവ്യൂസ്, ഫോട്ടോ ഷെയറിങ്, ഇമെയിൽ, അങ്ങനെ ഇത്രയും. അതായത് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വന്ന് നമ്മളിത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ മേഖലയിൽ കൂടിയും നമ്മൾ കടന്നു പോകുന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വ്ളോഗ്സ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ രമ്യ മാം യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിലൂടെ നമുക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. അങ്ങനെ ഇതിൽ ക്രിയേറ്റേഴ്സ് ആവുന്നു. നമ്മൾ മാർക്കറ്റിംഗ് നെറ്റ്വർക്കിലൂടെ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ പറ്റും. ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് ഇതിലുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ ആദ്യം കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട്. ഇപ്പൊ നമ്മളെല്ലാ ഒരു വീട്ടമ്മയ്ക്ക് പ്ലാൻ കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പോകുന്നു, നമ്മൾ പോയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ അവിടെ അത്ര ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അവർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയണം. അവർക്ക് വരുമാനം കിട്ടേണ്ട ഒരു കാര്യമാണ് അറിയേണ്ടി വരിക. ഓരോരുത്തർക്ക് നമ്മൾ പല പെർസ്പെക്റ്റീവിലാണ് പ്ലാൻ കൊടുക്കുക. പക്ഷേ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള് എടുത്ത് നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ നമ്മളോട് ചോദിക്കും, ആദ്യം നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു ഡെഫിനേഷൻ തരാൻ പറ്റുമോ ചോദിച്ചാൽ എപ്പോഴും നമ്മൾ അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മളെല്ലാവരും മനസ്സിലത് പഠിച്ചു വെക്കുക തന്നെ വേണം. നമ്മൾ റിസർച്ച് എന്നുള്ള ഒരു കാര്യം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ എങ്ങനെ പറയാന്ന് വെച്ചാൽ അതൊരു ബിസിനസ് മോഡലാണ്. ഏറ്റവും ഫസ്റ്റത്തെ ആസ്പെക്ട് അതൊരു ബിസിനസ് മോഡലാണ്. എങ്ങനെയുള്ള ബിസിനസ് മോഡലാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്മളുടെ കമ്പനി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തു തരാണ്. അവിടെ നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. പ്രോഡക്ട്സും സർവീസസും നമ്മൾ നേരിട്ട് കൺസ്യൂമേഴ്സ് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നവർക്ക് നേരിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രഡീഷണൽ ബിസിനസ് അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറയുമ്പോൾ നമ്മൾ നേരിട്ട് ഇടനിലക്കാരില്ലാണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ കമ്പനീനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ വായാൽ, മൗത്ത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ത്രൂ വേർഡ് ഓഫ് മൗത്ത് ആൻഡ് പേഴ്സണൽ നെറ്റ്വർക്ക്. നമ്മളുടെ മീഡിയം നമ്മളൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? കൂടുതലായിട്ട് നമ്മൾ വായ കൊണ്ട് തന്നെ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. എന്ത് ഓൺലൈൻ ആണെന്ന് പറഞ്ഞാലും സൂമിലൂടെ നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് ഒരാൾക്ക് പ്ലാൻ കിട്ടുള്ളൂ. ഡിജിറ്റൽ ആയാലും ഫിസിക്കൽ ആയാലും നമ്മൾ പറയുക വേണം. അപ്പോൾ നമ്മളുടെ പേഴ്സണൽ നെറ്റ്വർക്കിലൂടെ നമ്മളിത് വേറെയുള്ളവർക്ക് എത്തിക്കണം. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? കമ്മീഷൻ ബേസിസിലാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. അല്ലാതെ നമുക്കൊരു ഫിക്സഡ് സാലറി അല്ല. ഇത് നമുക്ക് പല പിന്നെ സമയങ്ങളിലും 7 AM ട്രെയിനിങ്ങിനായാലും നമ്മളെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയ രീതിക്ക് നമ്മൾ ഡെഫിനേഷൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ മനസ്സിലാക്കി തന്നെ വെക്കണം നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ. എന്താന്ന് വെച്ചാൽ എപ്പോഴേലും നമുക്കിത് യൂസ്ഫുൾ ആവും. നമ്മളിപ്പോ ഒരു പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ. ഇനി അടുത്തത് 4 എലമെന്റ്സ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 എലമെന്റ്സ് ഉണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്. ഇപ്പോ നമ്മൾ എല്ലാവർക്കും ഒരുപോലെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നു പറയുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഈ 7 എലമെന്റ്സ് ആണ്. ഈ 7 എലമെന്റ്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് A² + B² = 2A+, അങ്ങനത്തെ ഇക്വേഷൻ അല്ല, അല്ലെങ്കിൽ പൈതഗോറസ് തിയറം അല്ല, അല്ലെങ്കിൽ പിന്നെ ന്യൂട്ടൺസ് ലോ അല്ല. ഏതൊരാൾക്കും ഈ 7 എലമെന്റ്സ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാൾക്കും ഈ 7 എലമെന്റ്സും നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഇത് സോഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്, അല്ലാതെ തിയററ്റിക്കൽ ആയിട്ട്, അതായത് തിയറി വെച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളല്ല നെറ്റ്വർക്ക്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം ഇതാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് ഒക്കെ സോഷ്യൽ എലമെന്റ്സ് ആണ്. ഇപ്പൊ ഫൈൻഡിങ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളോട് ലിസ്റ്റ് ഇടാൻ പറയുന്നുണ്ട്.
അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കൂടെ ഈ ബിസിനസ്സിൽ നിൽക്കാൻ പറ്റുന്ന വ്യക്തികളെ നമ്മൾ ചൂസ് ചെയ്യണം. അതാണ് ഫൈൻഡിങ് പ്രോസ്പെക്ട്സ്. ചിലപ്പോൾ ചൂസ് ചെയ്ത എല്ലാ വ്യക്തികളും നമ്മളുടെ ഒപ്പം വരണം എന്നില്ല, എന്നാലും നമ്മൾ തേടിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ നമ്മൾ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യാണ്, നമ്മളുടെ അണ്ടറിൽ വരാനുള്ള പ്രോസ്പെക്ട്സിനെ നമ്മൾ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇൻവൈറ്റിംഗ്. സെക്കൻഡ് എലമെന്റ് നിങ്ങൾക്ക് കാണാം, ഇൻവൈറ്റിംഗ് ആണ്. അപ്പൊ ഇൻവൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബിസിനസ്സിൽ നമ്മളോട് ഒപ്പം നിൽക്കാൻ വേണ്ടി അതിന്റെ ബെനഫിറ്റ്സ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻവിറ്റേഷൻ സ്വീകരിച്ചാൽ അടുത്തൊരു കാര്യം എന്താണ്? പ്രസന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ പ്രസന്റ് ചെയ്യണോ അവരുടെ മുന്നിൽ. പ്ലാൻ പ്രസന്റ് ചെയ്തതിന് ശേഷം അവരത് കേട്ടതിന് ശേഷം പിന്നെ നമ്മളുടെ അടുത്ത ഘട്ടം ഫോളോയിങ് അപ്പ് പറയുമ്പോൾ പിന്നീട് അവർ പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാൻ അടുത്ത ആഴ്ച, അതിന്റെ അടുത്ത ആഴ്ച. പക്ഷെ നമ്മൾ അവരെ വിട്ട് കളയാണ്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഇത് നമ്മളെ ഫിജി കാർഡിനെ ബേസ് ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഫീൽഡിൽ എന്തുകൊണ്ട് നമ്മളുടെ കമ്പനി ചൂസ് ചെയ്യണം എന്നുള്ള ഉത്തരം നമുക്ക് ലാസ്റ്റ് കണ്ടെത്താം. പിന്നെ ക്ലോസിംഗ് പറയുമ്പോൾ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അവരെ സെയിലിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ക്ലോസിംഗ്. ഇനി അവരെ ക്ലോസിംഗ് കഴിഞ്ഞ് നമ്മൾ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി, നമ്മളുടെ പാർട്ട്ണറായി എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാർട്ട്ണറിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പൊ ഇന്നലത്തെ നമ്മളുടെ ട്രെയിനിങ് സെഷനിൽ ആ സാറ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും. നമ്മൾ ഒരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഇടുന്ന എഫേർട്ട് നമുക്ക് കൂടി നമ്മളുടെ ബിസിനസ് മൂവ് ചെയ്യാനാണ് എന്നുള്ള ചിന്തയിലല്ല, അവരെ വളർത്താനുള്ള ചിന്തയിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഡെവലപ്പ് ആവും. നമ്മളുടെ ഭാഗം ചിന്തിക്കുക വേണ്ട, അവരെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അവിടെയാണ് ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള വേർഡ് ഇങ്ങനെ കേൾക്കെങ്കിലും എത്ര പേർക്ക് കറക്റ്റ് മീനിങ് അറിയും ഡ്യൂപ്ലിക്കേഷന്റെ? ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നീ അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് റോളാണെന്നൊക്കെ നമ്മൾ പറയും. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ലീഡേഴ്സ് ഏതെങ്കിലും അശ്വതി മാം അല്ലെങ്കിൽ രമ്യ മാം, ജസീറ മാം, ഇവരുടെയൊക്കെ ക്വാളിറ്റീസ് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും പറയുന്നുണ്ട്. ആ ക്വാളിറ്റീസ് നമ്മൾ വേറൊരാളിലേക്ക് ആ അശ്വതി മാം അല്ലെങ്കിൽ രമ്യ മാം, ജസീറ മാം ഒക്കെ അവരുടെ അണ്ടറിലുള്ള പാർട്ട്നേഴ്സിലേക്ക് കൊടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. ആ ഹെൽപ്പ് ചെയ്ത് അവർ ആ ക്വാളിറ്റീസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കും. കാരണം നമ്മളിപ്പോ ഒരു പ്രസന്റേഷൻ ചെയ്യണം, അതിന് നമുക്ക് പോസ്റ്റർ അടിക്കണം, അല്ലെങ്കിൽ നാളത്തെ BOPന്റെ പോസ്റ്റർ അടിക്കണം. രമ്യ മാം തന്നെ പോസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ രമ്യ മാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഒരു പാർട്ട്ണർക്ക് അതിനുള്ള ക്വാളിറ്റി ഓട്ടോമാറ്റിക് ആയിട്ട് അവരറിയാതെ തന്നെ അവരെ പല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുത്താൽ രമ്യ മാമിന് അവിടെ ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഈ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ള വാക്ക് നമ്മളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് എല്ലാവരും ഒന്ന്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇൻവൈറ്റിങ്, പ്രസന്റിങ്, ഫോളോയിങ് അപ്പ്, ക്ലോസിങ് ഒക്കെ മനസ്സിലാവും. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ റോൾസ് വേറൊരാൾക്ക് കൈമാറുമ്പോൾ, നമ്മളൊരു ലീഡറായി മാറുമ്പോൾ നമുക്ക് കുറച്ച് അവിടുത്തെ എല്ലാതും നമ്മൾ തന്നെ ഏറ്റെടുക്കണം എന്ന് വരില്ല. നമുക്ക് അവരായിട്ട് ഷെയർ ചെയ്ത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോവുക. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ്. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് 7th എലമെന്റ് പറയുന്നത് പ്രൊമോട്ടിങ് ഇവന്റ്. നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ പറയണത്. നമ്മളുടെ BOPന്റെ സ്റ്റാറ്റസ് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് കമ്പനി പ്രോഗ്രാമിന്റെ സ്റ്റാറ്റസ് വെക്കുക, മാക്സിമം നമ്മൾ പ്രൊമോഷൻ ചെയ്യാം. അപ്പൊ ഇതാണ് 4 elements in നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ നമ്മൾ 4 elements കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 basics of നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. പ്രധാനപ്പെട്ട എലമെന്റ്സ് കഴിഞ്ഞു. ഈ 4 ബേസിക്സ് ഇല്ലാതെ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങളിത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പ്രോഡക്റ്റും പ്രൈസും പ്ലേസും പ്രൊമോഷനും ഇല്ലെങ്കിൽ, നമ്മളുടെ ഈ 4 എലമെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നടക്കുക? പ്രോഡക്റ്റ്, അതായത് നമുക്ക് മണി ചെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഇത്രയും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത്. ഒരു പക്ഷേ ആ ഒരു കൺസെപ്റ്റ് വന്നിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ആൾക്കാരിലേക്ക് എത്തിക്കായിരുന്നു. ഇപ്പൊ നമ്മൾ പറയണം മണി ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഇത്ര എമൗണ്ട് ഓഫ് മണി, അത് പിന്നെയും അതിന്റെ ഡബിൾ ആവും പറഞ്ഞിട്ടാണ് നമ്മൾ മൂവ് ചെയ്യണത്.
അപ്പൊ നമ്മൾ ഇപ്പോ മണി ചെയിന് പകരം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പ്രൊഡക്റ്റ് ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ബിസിനസ് നടക്കില്ല. ഒരു സ്റ്റോർ ഉണ്ട്, അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ പ്രൈസ് ഉണ്ട്. നമ്മളുടെ സ്റ്റോറിലുള്ള ആ പിന്നെ അതിന്റെ പ്രൈസ് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അതായത് എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഓരോ പ്രോഡക്റ്റിന്റെയും ഇമ്പോർട്ടൻസ്, അത് എങ്ങനെ ആൾക്കാരിലേക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാവും ഓരോരുത്തർക്ക് കൺവേ ആവുക. പിന്നെ നമ്മളുടെ സ്റ്റോറുകൾ എവിടേക്കാണ് ഉള്ളത്, എവിടേക്കാണ് നമ്മളെ ബിസിനസ് നടക്കുന്നത്, അതാണ് പ്ലേസ്. അതിനുശേഷം പ്രൊമോഷൻ. പ്രൊമോഷൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്ന പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പ്രൊമോഷനാണ്. അപ്പോ ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഒന്ന്. അപ്പൊ നമ്മള് ഇങ്ങനെ 4 ആസ്പെക്ട്സ് നോക്കി. ഇനി ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സും 4 ആസ്പെക്ട്സും നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മളുടെ കമ്പനിയിൽ ഉണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത്രയും എലമെന്റ്സും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീച്ചേഴ്സ് പറഞ്ഞതും നമ്മൾക്ക് നമ്മളുടെ BOP-കളിലും ട്രെയിനിങ്ങിലും സെഷനിലും ഇതാണ് നമുക്ക് ഫിജികാർട്ട് എന്നുള്ള കമ്പനിക്ക് കൺവേ ചെയ്ത് തരുന്നത്. ഇപ്പൊ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലേ, ഇത് തന്നെയല്ലേ നമുക്ക് നമ്മളുടെ ഫിജികാർട്ടിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കോർ എലമെന്റ്സ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്? ഇതേ എലമെന്റ്സ് തന്നെയാണ്. അപ്പോ നമുക്ക് പ്രൗഡായിട്ട് പറയാം, നമുക്ക് ഇന്ത്യയിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഫിജികാർട്ട്. കാരണം നമുക്ക് ഒരു സ്റ്റോർ ഉണ്ട്, ആ സ്റ്റോറിൽ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രോഡക്ട്സ് നമ്മൾ നോക്കിയിട്ട് വേണം ഫീൽഡിലേക്ക് കടന്നു വരാൻ പറയുന്നത്. ചിലവർക്ക് ബ്യൂട്ടി സ്കിൻ കെയർ ചെയ്യാനാവും ആഗ്രഹം. അപ്പൊ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ അവര് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യും ക്രീമുകള്, അല്ലെങ്കിൽ പിന്നെ മോയ്സ്ചറൈസേഴ്സ്, സൺസ്ക്രീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാവും. അപ്പോൾ നമ്മളൊരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ചിലവര് കുറച്ചുകൂടി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവര് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉള്ള കമ്പനിയാവും തിരഞ്ഞെടുക്കുക. ഇവിടെ നമുക്ക് അത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്നുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമാണ് നമ്മുടെ കമ്പനിക്ക് ഉള്ളത്. നമ്മളെ സംബന്ധിച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ല, വെൽനസ് പ്രോഡക്ട്സ് അല്ല, എല്ലാവിധ പ്രോഡക്ട്സും നമുക്കുണ്ട്. അപ്പൊ അത് നമ്മൾ ബാക്കിയുള്ള കമ്പനികളിൽ നിന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രൊമോഷനാണ് നമ്മളെ കമ്പനിയിൽ എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. ഇപ്പോ ഓരോരോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന കമ്പനി ഞാൻ അടുത്ത് പറയണം. നമ്മളെ ചുറ്റുപുറത്ത് നിങ്ങൾ എല്ലാവരും സെഷനിലൂടെ MC-യിലൂടെ ഒക്കെ അല്ല നമ്മളുടെ ട്രെയിനിങ്ങിലൂടെ ഒക്കെ വേറെ വേറെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ പേര് നമുക്ക് കേൾക്കാം. അവർക്കൊക്കെ ഓരോ പ്രോഡക്ട്സ് വെച്ചിട്ടാണ് അവരുടെ പ്രൊമോഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ അവരുടെ സ്റ്റോറിൽ ആ ഒറ്റൊരു പർട്ടിക്കുലർ ഒരു ഒന്നില്ലെങ്കിൽ സ്കിൻ കെയറിന് അല്ലെങ്കിൽ വെൽനെസ്സിന് അങ്ങനെയുള്ള ഒരു ടാഗ് വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുക. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടം പോലെ പ്രോഡക്ട്സ് ആണ്. ഇതിൽ ഏത് പ്രോഡക്ട്സ് വേണമെങ്കിലും നമുക്ക്, ചിലവർക്ക് സ്കിൻ കെയർ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അത് പ്രൊമോട്ട് ചെയ്യാം. നമ്മളുടെ ബിസിനസിന്റെ സാധ്യത എത്ര വലുതാണെന്നുള്ളത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ എല്ലാ എലമെന്റ്സും നമ്മളെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എടുത്ത തീരുമാനം വൈ ഫിജികാർട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എടുത്ത തീരുമാനം തെറ്റല്ല, ഏറ്റവും ശരിയായ തീരുമാനം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ ആപ്പിൾ എന്നുള്ള ഒരു കമ്പനി ഇപ്പോ പ്രോഡക്ട്സിന്റെ വില കുറച്ച് ഇപ്പൊ പെട്ടെന്ന് നമ്മളുടെ കമ്പനി ഇപ്പൊ നമ്മളെ കമ്പനി നിലവില് 9ാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുമ്പോൾ പ്രോഡക്ട്സിന്റെ പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഇത്രയും നാള് നമ്മൾ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു ചേഞ്ച് ആണ്. ഇത്രയും നാള് പ്രോഡക്ട്സിന്റെ റേറ്റ് കൂട്ടിയിട്ടില്ല. ഇപ്പോ ഇത്രയും കൊല്ലങ്ങൾ കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് നമ്മൾ കമ്പനീന്റെ പ്രൊഡക്ട്സിന്റെ പ്രൈസ് കുറയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആണോ ഉണ്ടാവുക? കമ്പനീന്റെ ആർക്കെങ്കിലും പറയാൻ പറ്റും? ഇപ്പൊ നമ്മളെ കമ്പനീന്റെ പ്രൊഡക്റ്റിന്റെ വില കൂട്ടല്ലാതെ കുറച്ചാൽ എങ്ങനെയാണ് അത് എഫക്റ്റീവ്? കുറച്ചും കൂടി നമ്മളെ ബിസിനസ് മൂവ് ഓൺ ചെയ്യാൻ പറ്റുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കും ഐഡിയ ഇല്ല. കമ്പനീന്റെ പ്രൊഡക്ട്സിന്റെ വില കുറച്ചു കഴിഞ്ഞാൽ അപ്പോൾ കമ്പനി ഇത്ര നാള് നമ്മൾ ഈ പ്രൊഡക്ട്സിനെ ഹൈലൈറ്റ് ചെയ്ത്
ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആ കമ്പനീന്റെ പ്രൊഡക്ട്സിന്റെ വാല്യൂനെ തന്നെ ഡീഗ്രേഡ് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കും നമ്മളെ സെയില് നല്ല ഉയർത്തും എന്നുള്ളത്. ഒരിക്കലും ഇല്ല. അത് അവിടെ ഓരോരുത്തർ എടുക്കുന്ന അപ്പൊ ഇത്രയും നാൾ ഇവർ ഈ പ്രൊഡക്ട്സിന്റെ പ്രൈസ് കൂട്ടിയിട്ടാണല്ലേ പറഞ്ഞത്, ഇപ്പൊ അവർക്ക് അത് കുറച്ച് ചെയ്യാൻ പറ്റി, അപ്പൊ ഇതിൽ എന്തൊക്കെയോ അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ടാവും. എന്ത് ചെയ്താലും നെഗറ്റീവും പോസിറ്റീവും അതിലുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് പ്രോഡക്ട്സിന്റെ വില കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഈ പ്രോഡക്ട്സിനെ ഹൈലൈറ്റ് ചെയ്തതൊക്കെ അവിടെ ഇല്ലാതാവും. ആപ്പിൾ എന്നുള്ള ഒരു കമ്പനി എങ്ങനെയാണ് ഇത്രയും, ഒരു ആപ്പിളിന്റെ ഐഫോൺ ഉള്ളവരുടെ ഫോൺ കവർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവർ ആവും. നമ്മളുടെ ഫോൺ കവർ പോലെ ഡിസൈനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, ആ ആപ്പിളിന്റെ ആ ഒരു സിമ്പിള് അവർക്ക് കറക്റ്റ് അവിടെ കാണണം. നമ്മളെ കയ്യിൽ ഫോൺ വിളിച്ച് പോകുമ്പോൾ ഈ ആപ്പിളിന്റെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഇതാണ്. നമുക്ക് ഇപ്പൊ ഇവിടെ ഈ സ്ക്രീനിൽ ഇരിക്കുന്നവർക്കൊക്കെ നാളുകളിൽ ഒരു ഫോൺ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആപ്പിളിന്റെ ഐഫോൺ 13 Pro 16 Pro ഇങ്ങനെ പ്രോകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഏറ്റവും കൂടുതൽ അപ്ഡേഷൻ അവർ 10 രൂപ കുറച്ചിട്ടാണോ അടുത്തൊരു പ്രോ ഇറക്കുമ്പോ അവര് 10 രൂപ അതിന് കുറച്ചിട്ടല്ലല്ലോ ഇറക്കണത്, ഒരിക്കലും അല്ല. ഓരോ പിന്നെ ആപ്പിളിന്റെ അപ്ഡേഷൻസും പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോ എപ്പോഴും അവര് ഇതിന്റെ വാല്യൂ കൂട്ടിയിട്ടാണ് അവരാ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആ ഒരു ആപ്പിളിന്റെ ഐഫോണിനുള്ള വാല്യൂ അത്ര അധികം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളുടെ ഒക്കെ ഒരു ലക്ഷ്യം ആപ്പിളിന്റെ ഐഫോൺ എനിക്ക് എടുക്കണം, എനിക്ക് ആപ്പിളിന്റെ അതിൽ ക്വാളിറ്റി പ്ലസ് അവർ ഓരോ വേർഷൻ ഇറക്കുമ്പോഴും വില കുറച്ചിട്ടല്ല ഇറക്കണത്. ഓരോ വേർഷനിലും അപ്ഡേഷൻ നടത്തി അവരതിന്റെ വില കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇറക്കണത്. പക്ഷെ അത് മേടിക്കാൻ ആൾക്കാരില്ലേ? അത് മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്, അതിന്റെ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഒരു ഈ ഒരു മേഖലയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വളരെ വാസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇത്രയും ഒരു കുറച്ച് നാളിനുള്ളിൽ എനിക്ക് കിട്ടിയ ചെറിയ നോളജാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇനി ഞാനൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഒരു കുളത്തില് ആമ്പലിന്റെ ഇലകളിൽ പല സ്ഥലങ്ങളിലായിട്ട് 5 തവളകൾ ഇരിക്കുന്നുണ്ട്. ഈ 5 തവളകളും ഒരാള് പറയാണ് ഞാൻ ആദ്യം ചാടാൻ പോവാണ് കുളത്തിലേക്ക്. ഇത് പറഞ്ഞാൽ ഈ തവള വിചാരിക്കുന്നത് അടുത്ത തവളയിൽ ഏതേലും ആദ്യം ചാടും. അവര് ചാടി പോയിട്ട് എന്താ അവിടെ നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് ചാടിയാൽ മതിയല്ലോ, അതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കിയിട്ട് വെച്ചിട്ടാണ് ഈ തവള അത് പറയണത്. അപ്പൊ മറ്റുള്ള തവളകൾ എന്ത് വിചാരിക്കാണ്, എന്തായാലും അവൻ ആദ്യം ചാടുന്നുണ്ട്, അവൻ ചാടട്ടെ എന്നിട്ട് നമുക്ക് ചാടാം. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒരാളോട് പ്ലാൻ പറയുമ്പോ എന്താണ് നമ്മളോട് പറയണത്, നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മെച്ചമുണ്ടാവണം നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, നമ്മളുടെ ലീഡേഴ്സും പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നു കണ്ട് അവർക്ക് മെച്ചമുണ്ടോ നോക്കിയിട്ട് നമുക്ക് വർക്കിനിറങ്ങും. ഇങ്ങനെ ഈ 5 തവളകളും ആ ഇല തന്നെ ഇരിക്കുമ്പോ അതിലേക്ക് ചാടാൻ തയ്യാറായിട്ടുള്ളവര്, നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോ ഈ നല്ല നല്ല തടാകത്തുമൊക്കെ ഷെൽഫ് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ നിന്ന് പേളുകൾ ഇങ്ങനെ പെറുക്കണു ആൾക്കാര്. ആ ചാടിയ തവളകള് അതിന്റെ ഉള്ളിൽ ചാടിയിട്ട് ഷെൽഫിൽ നിന്ന് ഈ പേളുകൾ തുറന്നെടുക്കുമ്പോ ചാടാൻ റെഡി ആയിട്ടുള്ള തവളകള് അവിടെ ഇരിക്കന്നെ ഉള്ളൂ. നമ്മളെപ്പോഴും ആദ്യം നമ്മൾ ഇതിലേക്ക് വരുമ്പോ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി എന്താണ്, ഈ കമ്പനി എന്നുള്ളതല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മളെ കമ്പനീന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മളെ കമ്പനി എല്ലാ അതിന്റെ ആസ്പെക്ട്സും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനി നമ്മൾ തിരഞ്ഞെടുത്ത പ്ലാറ്റ്ഫോം ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്ന് തന്നെ നമ്മൾ ഉറപ്പുവരുത്തണം. ഇത്രയും ആസ്പെക്ട്സ് നമുക്ക് ഫോളോ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആദ്യം നമ്മൾ റിസർച്ച് ചെയ്യണം. റിസർച്ച് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് ഇതൊക്കെ പറ്റും പറഞ്ഞാൽ ഇപ്പൊ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഇപ്പൊ വിശാലു മാമിന് ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു, വിശാലു മാമിന് ഇതൊക്കെ പോയിട്ടൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, പറ്റില്ല അല്ലേ? വിശാലു മാമിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. വിശാലു മാമിന് യൂട്യൂബ് എടുത്ത് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ 7am സെഷൻസുകൾ, ട്രെയിനിങ്ങുകൾ ഇത് മലയാളീകരിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മളത് പറയുമ്പോൾ അത് നോട്ട് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ഡയറി എടുത്ത് ഇതിൽ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം നമുക്കൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ല. അതിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിൽ നിൽക്കണം, ഓർമ്മയിൽ നമ്മൾ വെച്ചാൽ നമുക്ക് പല സമയങ്ങളിൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ തവളകളെ പോലെ ആ ആമ്പൽ കുളത്തിലെ ഇലകളിൽ സേഫ് ആയിട്ട് ഇരിക്കാം, നമുക്ക് ബെനഫിറ്റ്സോ എനിക്കോ ഒന്നും ഉണ്ടാവില്ല.
അതിൽ ചാടിയവരൊക്കെ രത്നക്കല്ലുകളും പവിഴക്കല്ലുകളും ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യണു. ഇറ്റ്സ് മീ ഹരിത, physica.com. താങ്ക് യു. താങ്ക് യു ഹരിത മാം. നല്ലൊരു സെക്ഷൻ, വണ്ടർഫുൾ സെക്ഷൻ എന്ന് പറയാം. അതായത് നെറ്റ്വർക്കും മാർക്കറ്റിങ്ങും നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള ഡിഫറൻസും രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളൊരു വ്യക്തിത നന്നായി പറയാൻ വാക്കുകളില്ല. നല്ലൊരു സെക്ഷൻ തന്നെയാണ് മാം ഇന്ന് എടുത്ത് ചെയ്തിരിക്കുന്നത്. ഞാനൊക്കെ അതിലങ്ങനെ ലയിച്ചു പോയിരുന്നു. മാമിന്റെ കോർഡിനേഷൻ, പറയുന്ന ഓരോ സംസാര രീതികളും അത്ര ക്ലിയർ ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും എന്താണെന്നുള്ളതില്ലേ, അപ്പൊ മാം പറഞ്ഞു നമ്മളെ ഡ്യൂപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് അല്ലേ. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ അറിയാത്തവർക്ക് മാം അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ കമ്പനിയുടെ